ഇതാരാ ഇത്? ട്രിവാൻഡ്രം മിഷസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, കുടജാതിയിൽ നമ്മൾ പോയതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അവിടുത്തെ മനോഹര കാഴ്ചകളും പിന്നെ നമ്മൾ എത്ര മണിക്കാണ് പോയത്, എത്ര മണിക്ക് അവിടെ എത്തി, നമ്മുടെ ജീപ്പിന് എത്ര രൂപയായി, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ നല്ലോണം മൂകാംബിക ദേവിയെ കണ്ട് തൊഴുതു. അതിനുശേഷം കുടജാതിയിലോട്ട് പോകണോ വേണ്ടെന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. കാര്യം വേറൊന്നുമില്ല, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പോകാനൊന്നും മടിച്ചു. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഒന്ന് പോകണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 11:45 അങ്ങോട്ട് യാത്ര തിരിച്ചു. അമ്പലത്തിൻ്റെ അടുത്തു നിന്നും എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കുടജാതിയിലേക്ക് സർവീസ് ഉള്ളത്. കുടജാതിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വേറെ വണ്ടിയിൽ നമുക്കവിടെ പോകാൻ പറ്റത്തില്ല. അവിടെ ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. അതും അവിടുത്തെ പെർമിഷനുള്ള വണ്ടികളിൽ മാത്രമേ നമുക്ക് പോകാൻ അനുവദിക്കുകയുള്ളൂ. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത്. കുടജാതിയിലേക്ക് പോകുമ്പോൾ മാക്സിമം 8 പേർക്ക് മാത്രമേ ഒരു ജീപ്പിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെയൊന്നും അവർ അനുവദിക്കുകയില്ല. ഒരാളിന് 400 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ 70 രൂപ നമുക്ക് അവിടെ പാസ് എടുത്താലേ നമുക്ക് ഓഫ് റോഡ് വഴി നമുക്ക് കയറാൻ സമ്മതിക്കത്തുള്ളൂ. അതിന് 70 രൂപയുടെ അഡീഷണൽ ചാർജ് ചെയ്യണം. ടോട്ടൽ 470 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. മച്ചാമാരി, ഇപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് കുടജാതിയിൽ പോകണമെന്ന് വെച്ചോ, ഒരു 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ആളുടെ ക്യാഷ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജീപ്പ് എടുത്ത് പോകാം. എൻ്റെ പൊന്നു മച്ചാമാരെ, രാവിലെ തുടങ്ങിയ മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് നോക്കിയേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കണ്ടിട്ടേ ഇല്ല. അമ്മാതിരി തണുപ്പും മൂടൽ മഞ്ഞും. ഏകദേശം 7 വർഷം കഴിഞ്ഞു ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണ് ആഗ്രഹം സാധിച്ചത്. എന്തായാലും വന്ന സമയം കൊള്ളാം. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഫുള്ള് കാട്ടിനകത്തൂടെയുള്ള യാത്രയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുന്ന വണ്ടികളെ പോലും കാണാൻ പറ്റുന്നില്ല. അമ്മാതിരി മൂടൽ മഞ്ഞാണ്. നമ്മളങ്ങനെ കാട്ടിനകത്തൂടെ യാത്രയൊക്കെ ചെയ്ത് ഓഫ് റോഡിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓഫ് റോഡിൻ്റെ താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ വണ്ടിക്കകത്ത് ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ആ ചെക്ക് പോസ്റ്റിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ വെള്ളം കുടിക്കാനൊക്കെ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളില്ലേ, അതിൻ്റെ കണക്കൂടെ അവിടെ കൊടുക്കണം. പിന്നെ ഒരു 100 രൂപ അവിടെ പേ ചെയ്യണം. തിരിച്ചു വരുമ്പോഴും ആ ബോട്ടിലുകളുടെ എണ്ണം കറക്റ്റാണെന്നുണ്ടെങ്കിൽ 100 രൂപ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. ഇത്രയും പരിപാവനമായ കാടിനുള്ളിൽ പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് നശിപ്പിക്കാതിരിക്കാനാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് കുടജാതിയിൽ പോകുന്നവർ മെയിനായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കുക. പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കുക. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിലെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓഫ് റോഡിലെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മച്ചാമാരെ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിടിച്ചു തന്നെ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കയ്യോ കാലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ കെയർ ചെയ്യുക. നല്ല രീതിയിൽ പിടിച്ചു തന്നെ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തെറിച്ച് പോകാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. കുടജാതിയിൽ വരുന്നവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം ഒന്നീ ഫുഡ് നേരത്തെ കഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. ജീപ്പിങ്ങനെ ആടി ഒളിഞ്ഞ് പോകുന്നതുകൊണ്ട് വൊമിറ്റിംഗ് ടെൻഡൻസി വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒന്നീ ഫുഡ് നേരത്തെ കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. എൻ്റെ പൊന്നു മച്ചാമാരെ, എന്തുകൊണ്ടും ഇവിടുത്തെ ഡ്രൈവർമാർക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. അതെന്തിനാണെന്നറിയാമോ? ഇത്രയും ടഫായിട്ടുള്ള റോഡിലൂടെ നമ്മളെ ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അവർ എന്ത് കൂളായിട്ടെന്നറിയാമോ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത്രയ്ക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരെ മാത്രമേ അവിടെ ഡ്രൈവിങ്ങിന് എടുക്കത്തുള്ളൂ. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ മച്ചന്മാരെ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞപീഠത്തിൻ്റെ അടുത്ത് വരെയൊന്നും ജീപ്പ് പോകത്തില്ല. ഏകദേശം 2 കിലോമീറ്ററിന് താഴെ വരെ മാത്രമേ ജീപ്പ് പോകത്തുള്ളൂ. അവിടെ നിന്നും പിന്നെ കാൽനടയിലൂടെ മാത്രമേ ശങ്കരപീഠത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.
വേനൽ സമയത്തൊന്നും ഇതുപോലെയൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. റോഡ് കംപ്ലീറ്റ് പൊടിയായിരിക്കും. ഭാഗ്യത്തിന് നമ്മൾ വന്നത് മഴ സമയം ആയതുകൊണ്ട് തന്നെ പൊടിയൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ശങ്കരപീഠത്തിൻ്റെ ഏറ്റവും താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കംപ്ലീറ്റ് മൂടൽ മഞ്ഞായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റത്തില്ല. നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്താണ് വന്നത്. നമ്മൾ ഏകദേശം 2 മണിയോട് അടുപ്പിച്ചാണ് അവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ശങ്കരപീഠത്തിലേക്കുള്ള യാത്ര തിരിച്ചു. എന്തായാലും നമ്മൾ വന്ന സമയം കൊള്ളാം. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. വേനൽ സമയത്ത് വന്നാലൊന്നും ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത മനോഹരമായ നിമിഷങ്ങളാണ് നമുക്ക് ആ കുടജാദ്രി സമ്മാനിച്ചത്. കയറുന്നിടത്ത് തന്നെ കുറച്ച് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഇവിടെ തൊഴുതിട്ട് വേണം മുകളിലേക്ക് കയറാനുള്ളത്. ദേവിയുടെ മൂലസ്ഥാനം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ മുകളിലേക്ക് കയറാവൂ. കയറുന്ന വഴികളിലൊക്കെ നല്ല വഴുക്കലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. പ്രായമായവരും കുട്ടികളൊക്കെ വളരെയധികം സൂക്ഷിച്ച് തന്നെ വേണം കയറി വരാൻ. ഈ മഞ്ഞ സമയത്തൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മാക്സിമം പതിയെ വരാൻ ശ്രമിക്കുക. ഓടിയൊന്നും കയറാൻ നിൽക്കരുത്. ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പോകുന്ന വഴിക്ക് തന്നെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഐസ് വെള്ളമില്ലേ, അമ്മാതിരി തണുപ്പായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കുടജാദ്രിയിലെ ചരിത്രത്തിലേക്ക് കടക്കാം. മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമാണ് കുടജാദ്രി എന്ന പുണ്യ പൂങ്കാവനം. ഷിമോഗയിൽ നിന്ന് ഏകദേശം 78 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 1440 മീറ്റർ ഉയരത്തിലുള്ള പർവ്വത ശിഖരമാണ് കുടജാദ്രി. ആദിശങ്കരന് മൂകാംബിക ദേവിയുടെ ദർശനം ലഭിച്ചത് കുടജാദ്രിയിൽ വെച്ചാണ്. കുടജപ്പൂക്കൾ എന്നർത്ഥമുള്ള കൊടച്ച, കൊടശി എന്നീ പ്രാദേശിക പദങ്ങളിൽ നിന്നാണ് കുടജാദ്രി എന്ന പേര് വന്നത്. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് 42 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ കുടജാദ്രിയുടെ അടിവാരത്തെത്താം. അടിവാരത്തിൽ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്ത് ആദ്യം എത്തുന്നത് പുണ്യപുരാതനമായ ആദി മൂകാംബിക ക്ഷേത്രത്തിലാണ്. മൂലമൂകാംബിക എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇതാണെന്നാണ് വിശ്വാസം. ദേവി മൂകാസുരനെ നിഗ്രഹിച്ച പുണ്യഭൂമിയാണിത്. കൊല്ലൂരിലേതുപോലെ ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെയും. ആദിശങ്കരാചാര്യർ ബാല്യകാലത്ത് തന്നെ ജ്ഞാനാന്വേഷണത്തിന് ഈ പർവ്വത പ്രദേശത്തെത്തി. ശാരദാദേവിയുടെ ദർശനം നേടുന്നതിനായി അദ്ദേഹം കുടജാദ്രിയിലെ കാടുകൾക്കുള്ളിൽ തീവ്രമായ ധ്യാനത്തിലും തപസ്സിലും മുഴുകി. തപസ്സിൻ്റെ ഫലമായി ശാരദാദേവി അദ്ദേഹത്തിന് ദർശനം നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് നടന്നതായുള്ള സ്ഥലമാണ് ശങ്കരപീഠം എന്നറിയപ്പെടുന്നത്. ഇത് കാണാൻ നിരവധി തീർത്ഥാടകരാണ് ദിനംപ്രതി എത്തുന്നത്. കുടജാദ്രി ഒരു പ്രകൃതി രമണീയത മാത്രമല്ല, മറിച്ച് ദിവ്യതയും ആത്മീയതയും നിറഞ്ഞ ഒരു പുണ്യഭൂമിയാണ്. ശങ്കരാചാര്യരുടെ തപസ്സും ശാരദാദേവിയുടെ പീഠവും ചേർന്ന് ഈ സ്ഥലത്തെ ഒരു അവധിക്കാല സന്ദർശന കേന്ദ്രമല്ലാതെ ആത്മീയ ഉണർവിൻ്റെ കേന്ദ്രവുമായും മാറ്റുന്നു. കുറേ നാളുകളായി മനസ്സിൽ മോഹമായി അടിഞ്ഞുകൂടിയൊരു സ്വപ്നമായിരുന്നു കുടജാദ്രി യാത്ര. അവസാനം ആ ആഗ്രഹം പൂവണിഞ്ഞു. അങ്ങോട്ട് കയറിപ്പോയ സമയത്തൊക്കെ നല്ല മഴയും അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മൂടൽ മഞ്ഞ് കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റിയില്ല. അമ്മാതിരി മൂടൽ മഞ്ഞായിരുന്നു. മച്ചാന്മാർ, സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ക്ലൈമറ്റിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല.
ഇത്രയും നല്ല ക്ലൈമറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ആർക്കും വലിയ ക്ഷീണമൊന്നും വന്നില്ല. മുകളിലോട്ട് കയറും തോറും കാറ്റിൻ്റെയും മൂടൽ മഞ്ഞിൻ്റെയും മഴയുടെയൊക്കെ ശക്തി കൂടിക്കൂടി വന്നു. പക്ഷേ നമ്മളതൊന്നും വയ്ക്കാതെ ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പതിയെ മേളിലോട്ട് പോയി. പോകുന്തോറും നമ്മുടെ ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കൂടിക്കൂടി വന്നു. എൻ്റെ പൊന്നു മച്ചാന്മാരെ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കുടജാദ്രിയിൽ നിങ്ങളൊന്ന് വരണം. എന്താണ് പ്രകൃതിയുടെ ഭംഗി എന്ന് നമുക്ക് തൊട്ടറിയാനും അതുപോലെ നേരിൽ കാണാനും പറ്റും. മച്ചാന്മാരെ, ഏകദേശം 1:55 നമ്മൾ മല കയറാൻ തുടങ്ങിയത്. നമ്മൾ ജീപ്പിൽ കൊണ്ടുവന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ നല്ല ആരോഗ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് മല കയറിയിട്ട് താഴെ വരാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ കൂടെ പ്രായമുള്ള ആൾക്കാരും അതുപോലെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പതിയെയാണ് പോയത്. അങ്ങനെ നമ്മൾ അവസാനം ആ സർവജ്ഞപീഠത്തിൻ്റെ അടുത്തെത്തി. എൻ്റെ പൊന്നു മച്ചാന്മാരെ, സർവജ്ഞപീഠത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞപീഠത്തിൽ കയറി നല്ലോണം പ്രാർത്ഥിച്ചു. ആ ശങ്കരപീഠത്തിനുള്ളിൽ ശങ്കരാചാര്യരുടെ ഒരു ചെറിയ പ്രതിമ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാവുന്നതാണ്. മച്ചാന്മാരെ, ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ഈ കോയിൻസൊക്കെ ഇല്ലേ, കാണിക്കായിട്ടൊന്നും ഇവിടെ ഇടാൻ പാടില്ല. നമ്മൾ ആ ഓഫ് റോഡ് കയറുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഇല്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മനോഹരമായ കാഴ്ചകളും അതുപോലെ മനോഹരമായ നിമിഷങ്ങളുമാണ് കുടജാദ്രി നമുക്കെല്ലാവർക്കും സമ്മാനിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും അവിടുത്തെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയ സമയത്താണെങ്കിൽ നല്ല മഴയായിരുന്നു, അതുപോലെ കാറ്റും. മല കയറുന്നതിനേക്കാളും ഇറങ്ങുന്നതാണ് പാട്. അതുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. കയറിപ്പോയ സമയത്ത് വലിയ മഴയില്ലായിരുന്നു, പക്ഷേ തിരിച്ചിറങ്ങിയ സമയത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുഴിയും അതുപോലെ വഴിയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. എന്നാലും നമ്മൾ വളരെയധികം സൂക്ഷിച്ചാണ് വന്നത്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നും കുടജാദ്രിയിൽ പോയിട്ട് തിരിച്ചു വരാൻ ഏകദേശം നമ്മൾ 6 മണിക്കൂറാണ് എടുത്തത്. മഴയിലായിരുന്നെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ കൊണ്ട് പോയിട്ട് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. മച്ചാന്മാരെ, മൂകാംബിക ക്ഷേത്രത്തിൽ വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും കുടജാദ്രി യാത്ര മിസ് ചെയ്യരുത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. കുടജാദ്രിയിൽ വരുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം മീശ സൈനിങ് ഓഫ്.